പേ ചാനലുകൾ ചാർജ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ പുതിയ അഗ്രിമെൻറ്റിൽ ഒപ്പിടാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേബിൾ ടി വിയിൽ ഡിസ്നി സ്റ്റാറിൻ്റെയും സീ സോണി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ പേ ചാനലുകൾ അതാത് കമ്പനികൾ ഓഫ് ചെയ്തിട്ടുള്ളത്. അതായത് ഏഷ്യാനെറ്റ്, സീ കേരളം ഉൾപ്പെടെയുള്ള മലയാളം ചാനലുകൾ ഉൾപ്പെടെയുള്ള പല പേ ചാനലുകളും ഇപ്പോൾ നമ്മുടെ കേബിൾ ടി വിയിൽ അവൈലബിൾ അല്ല. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അതായത് ട്രായ് പേ ചാനലുകളുടെ കുറഞ്ഞ വരിസംഖ്യാ നിരക്ക് 19 രൂപയായി പുനഃസ്ഥാപിച്ചതോടെ ഫെബ്രുവരി 1 മുതൽ DTHും കേബിൾ ടി വിക്കും എല്ലാത്തിനും ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 15% കൂടിയിട്ടുണ്ട്. DTHനും കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ട്രായ്ക്ക് 2020 ജനുവരിയിൽ ട്രായ് ഏർപ്പെടുത്തിയൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു, പേ ചാനലുകൾക്ക് ഇത്ര രൂപ വരെ കൂട്ടാൻ പാടുള്ളൂ എന്നത്. എന്നാൽ ഈ ഒരു കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സീയും സോണിയും അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ ഒക്കെ കുത്തക കമ്പനികൾ എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെയൊക്കെ സമ്മർദ്ദം കാരണം ട്രായ് വീണ്ടും വിലയുടെ കാര്യത്തിൽ പരിഷ്കരണം നടത്തി. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളൊക്കെ അവർക്ക് തോന്നിയ പോലെ റേറ്റുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉപഭോക്താവിനെ ബാധിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി ഇത് ബാധിക്കുന്നത് ഓപ്പറേറ്ററെ തന്നെയാണ്, കേബിൾ ഓപ്പറേറ്ററെയാണ്. കേബിൾ ഓപ്പറേറ്റേഴ്സിന് ഈ ഒരു റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോക്താവ് അമിതമായി ബില്ലടക്കേണ്ടി വരും. അങ്ങനെ കണക്ഷന് ഒരു കസ്റ്റമർ ബിൽ അടയ്ക്കുന്ന തുക വീണ്ടും വീണ്ടും ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ ഓരോ പ്രാവശ്യം കൂടുമ്പോൾ കസ്റ്റമറെ വെറുപ്പിക്കുക, അതുവഴി കസ്റ്റമർക്ക് ഈ OTT പ്ലാറ്റ്ഫോമിലേക്ക് അതുപോലെ തന്നെ സോണിയുടെയും സ്റ്റാറിൻ്റെ എല്ലാം OTT പ്ലാറ്റ്ഫോമുകളുണ്ട്, ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെയുള്ള ഈ OTT പ്ലാറ്റ്ഫോമിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് അതിലേക്ക് മാറ്റിയെടുക്കുക, എന്നിട്ട് ഈ ഒരു കേബിൾ ടി വി എന്ന ശൃംഖലയെ തകർക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ ഒന്നുമില്ല. കേബിൾ ടി വി മേഖല തകർന്നാലേ ഉള്ളൂ OTT വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. അതിനു വേണ്ടി ഈ കമ്പനികൾ കാണിക്കുന്ന ഒരു പ്രാട്ട് നാടകം എന്ന് പറയാം. കാരണം ഇനിയും റേറ്റ് ഓരോ പ്രാവശ്യവും ഇവർക്ക് തോന്നും പോലെ കൊല്ലം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായി മാറും. മാറ്റി ചിന്തിക്കാൻ കസ്റ്റമേഴ്സ് സ്വാഭാവികമായും മാറി ചിന്തിക്കാൻ തുടങ്ങും. ഇതിനെതിരെ കേരളത്തിലെ എല്ലാ കേബിൾ ശൃംഖലയും, കേരള വിഷനും ഏഷ്യാനെറ്റും ഡണ്ണും ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റ് കേബിൾ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെ എടുത്തു പറയുന്നു. അങ്ങനെ എല്ലാവരും ഉൾപ്പെടെയുള്ള കേബിൾ ടി വി അസോസിയേഷൻ ഒരുമിച്ച് തന്നെയാണ് ഇതിന് കേസ് പോയിട്ടുള്ളത്. കേസ് കേബിൾ അസോസിയേഷന് അനുകൂലമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേബിൾ ടി വിയുടെ റേറ്റ് കൂടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ, അതല്ലെങ്കിൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞ പോലെ കേബിളുകാരുടെ ഈ ഒരു ദുരവസ്ഥ മുതലെടുക്കാൻ ഏതായാലും DTHകാർ വൻ സജീവമായിട്ട് തന്നെ അവരുടെ ഓഫറുകളൊക്കെ പറഞ്ഞുകൊണ്ട് കേബിൾ ടി വി ഉപഭോക്താക്കളെ തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന ഓഫർ തരാം, ഞങ്ങളിലേക്ക് മാറുമെന്നും പറഞ്ഞിട്ട് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു അമിതമായ റേറ്റ് ഈടാക്കാതെ തന്നെ നമുക്ക് കേബിൾ ചാനലുകൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.